അല്ല, ഞങ്ങള് 2040 വട്ടിയൂർക്കാവാണ് ഞങ്ങൾ വിഭാവനം ചെയ്തത്. അതിനുള്ള തുടക്കം ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. 5 വർഷം കഴിഞ്ഞ് വീണ്ടും LDF വന്നപ്പോ കേരളത്തിലെ പല വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമായി. ഇപ്പൊ വിഴിഞ്ഞം നാഷണൽ ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജല മെട്രോ, ഇങ്ങനെ എണ്ണി പറയാമല്ലോ. അപ്പൊ അത് തുടർഭരണം വന്നതിന്റെ നേട്ടമാണ്. അപ്പൊ അത് മൂന്നാമതൊരു ഊഴത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ആരംഭിച്ചതിന്റെ ഗുണഫലം കൂടി നാടിൽ ലഭിക്കും. അങ്ങനെയാണ് ജനം കാണുന്നത്. അപ്പൊ വികസനത്തിന് തുടർച്ച വേണം എന്നുള്ളത് ജനം മനസ്സിലാക്കി വോട്ട് ചെയ്യുമെന്നുള്ളതാണ് ഈ ഇലക്ഷന്റെ പ്രത്യേകത. അല്ല, ഞങ്ങള് 2040 വട്ടിയൂർക്കാവാണ് ഞങ്ങൾ വിഭാവനം ചെയ്തത്. അതിനുള്ള തുടക്കം ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം, പേരക്കട വികസനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോ മാറുന്ന ഒരു നാടിനെയാണ് കേരള സാക്ഷ്യം വഹിക്കുന്നത്. അപ്പൊ നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് LDFന്റെ മുദ്രാവാക്യം. അപ്പൊ ഒരു നവ വട്ടിയൂർക്കാവിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്റെയും ലക്ഷ്യം. അതിനുള്ള തുടക്കം ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു. 1685 കോടി രൂപ വട്ടിയൂർക്കാവിൽ ഇതിനോടകം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് വെറുതെ വർത്തമാനമല്ല. ഇതിൽ തന്നെ ഭൂരിഭാഗവും ഭൂമി ഏറ്റെടുക്കലാണ്. അപ്പൊ ലാൻഡ് അക്വിസിഷൻ സാധാരണഗതിയിൽ എല്ലാ വികസനത്തിന്റെയും പ്രതിബന്ധം ഭൂമിയില്ലാത്തതാണ്. ഇവിടെ LDF ഗവൺമെന്റ് നിശ്ചയദാർഢ്യത്തോടുകൂടി ഇടപെട്ട് ഭൂമി എടുത്തു. ഇനി റോഡ് പണിയേ നടത്താനുള്ളൂ. അത് ഞങ്ങൾ 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കും. അപ്പൊ 4 വരി പാതയിലൂടെ അടുത്ത വർഷം നിങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കാൻ വരാം. അങ്ങനെ ഒരു മാറ്റമായിരിക്കും വട്ടിയൂർക്കാവിൽ ഉണ്ടാവുക.